ചരിത്രം അറിയുവാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. ചിലർ ഗവേഷണത്തിനായി മാത്രം ജീവിതം ഉഴിഞ്ഞുവെച്ചവരുമാണ്. ചരിത്രം പഠിക്കാൻ വലിയ ആഗ്രഹമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും പത്രമാധ്യമങ്ങളിൽ കൂടി പുരാവസ്തുക്കൾ കണ്ടെത്തി എന്ന വാർത്ത വന്നാൽ എല്ലാവരും തന്നെ ആ വാർത്ത എന്താണെന്ന് ശ്രദ്ധിക്കാറുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് അങ്ങ് കംബോഡിയയിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അപ്രതീക്ഷിത കണ്ടെത്തൽ ആഘോഷിക്കുകയാണ് പുരാവസ്തു ഗവേഷകരുടെ സംഘം. കംബോഡിയയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അങ്കോർ ക്ഷേത്ര സമുച്ചയത്തിൽ നിന്നും കിട്ടിയ ബുദ്ധ പ്രതിമയുടെ ഉടലാണ് ഗവേഷകരെ സന്തോഷിപ്പിച്ചത്. 1927 ഇതേ സ്ഥലത്ത് നിന്നും പ്രതിമയുടെ തല കുഴിച്ചെടുത്തത്. അങ്കോറിന്റെ ബയോൺ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ബയോൺ കലാശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന പ്രതിമയുടെ കാലഘട്ടം 12-13 നൂറ്റാണ്ടാണ്. ഇപ്പോൾ കിട്ടിയ ഭാഗത്തിന് 1.16 മീറ്റർ ഉയരമുണ്ട്. ഇതേ പ്രതിമയുടെ മറ്റ് 29 ഭാഗങ്ങളും ഇതിനോടൊപ്പം ലഭിച്ചിട്ടുണ്ടെന്ന് ആർക്കിയോളജിസ്റ്റ് നെറ്റ് സൈമൺ പറയുന്നു. ഗവേഷണത്തിന്റെ ഭാഗമായി ഇതുവരെ ലഭിച്ചതെല്ലാം ചെറു കഷ്ണങ്ങളായിരുന്നെന്നും ഇത്രയും വലിപ്പമുള്ള ഒന്ന് കണ്ടെത്തിയെന്നത് വലിയ ആശ്ചര്യമാണെന്നും അവർ പറഞ്ഞു. മേലങ്കിയും മുണ്ടും ആഭരണങ്ങളും അണിഞ്ഞ നിലയിലാണ് ശില്പം കൊത്തിയെടുത്തിരിക്കുന്നത്. നെഞ്ചിൽ ഇടം കൈ ചേർത്ത് പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. കംബോഡിയൻ കലയെ അസാധാരണമായി പ്രാതിനിധ്യം ചെയ്യുന്ന ഒന്നായാണ് ഇതിനെ ഗവേഷകർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. AD 12 അല്ലെങ്കിൽ 13 പണി കഴിപ്പിച്ചതാണ് ശില്പം എന്നാണ് നിഗമനം. പ്രതിമയുടെ തല ലഭിച്ചെടുത്തു നിന്നും 50 മീറ്റർ മാത്രം മാറിയാണ് ഇപ്പോഴത്തെ ഭാഗങ്ങളും ലഭിച്ചിരിക്കുന്നത്. തലയും ഉടലും ഒരേ ശില്പത്തിന്റെ ഭാഗമാണെന്ന് ഒപ്റ്റിക്കൽ ഇലക്ട്രോണിക് സ്കാൻ വഴിയാണ് സ്ഥിരീകരിച്ചത്. കംബോഡിയയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള വിദഗ്ധരടങ്ങുന്ന സംഘമാണ് കഴിഞ്ഞ മാസം അങ്കോറിലെ ടപ്രോം ക്ഷേത്രത്തിൽ ഖനനം നടത്തിയത്. തലസ്ഥാനമായ നോം പെനിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ മ്യൂസിയത്തിലാണ് പ്രതിമയുടെ തലയുള്ളത്. ശില്പം പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് ഗവേഷകരുടെ സംഘം. ഉടനെ തന്നെ 2 ഭാഗവും കൂട്ടിച്ചേർത്ത് പുതിയ രൂപം പ്രദർശനത്തിനായി എത്തിക്കും. ഏകദേശം 400 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് അങ്കോർ ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. 9 മുതൽ 15 നൂറ്റാണ്ടുകൾ വരെയുള്ള വിവിധ കംബോഡിയൻ സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെയുള്ളത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു മേഖലയായാണ് വിദഗ്ധർ അങ്കോർ സൈറ്റിനെ കണക്കാക്കുന്നത്. കംബോഡിയയിലെ ഏറ്റവും ജനപ്രീതിയുള്ള വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് അങ്കോർ. രാജ്യത്തെ വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2024 10 ലക്ഷത്തോളം അന്താരാഷ്ട്ര സഞ്ചാരികളാണ് ഇവിടെ എത്തിയത്. എന്തായാലും പുതിയ പ്രതിമയുടെ കണ്ടെത്തൽ ഗവേഷണത്തിന് മാത്രമല്ല ടൂറിസത്തിനും പേരുകേട്ട കംബോഡിയയുടെ വരുമാന വർധനവിനും ആക്കം കൂട്ടും എന്നതിൽ സംശയമില്ല. പ്രതിവാര വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.